Hi friends, I am Chef Suresh Nair. Eat and Diet in the Pudiya video like Yalavarka Swagada. In the Yandaka Uru Upma. That is a different title of Upma. This is Yandaka Garnam. Pand school particular in the Galam school in the daily Upma. About yellow color Upma. Some of the Nalla Gambir taste to another. Kutala taken their quantum, Odipu with the Karikanat. Another taste another. പിന്നീട് ഞാൻ ഇത് എൻ്റെ മനസ്സിൽ ഇതിൻ്റെ ടേസ്റ്റ് ഇങ്ങനെ കിടപ്പുണ്ട്. അപ്പോൾ ഞാൻ പല പ്രാവശ്യം ചിന്തിക്കും. കാരണം ഇത് ഹോട്ടലിലൊന്നും ഞാൻ അധികം കണ്ടിട്ടുമില്ല. ഇതെന്തുകൊണ്ട് ഉണ്ടാക്കുന്നു, എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് എനിക്കൊരു ഐഡിയ ഇല്ലായിരുന്നു. പിന്നെ ഞാൻ ഇതിനെക്കുറിച്ച് ഇങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് ഇത് ചോളപ്പൊടി കൊണ്ടാണ് ഈ ഉപ്പുമാവ് ഉണ്ടാക്കിയിരുന്നത്. അതായത് കോൺ പൗഡർ കൊണ്ട്. അപ്പോൾ നമ്മൾ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റിൽ ഉൾപ്പെടുത്തുന്ന ഒരു വിഭവം തന്നെയാണ് ഉപ്പുമാവ്. അതായത് റവ കൊണ്ടും മറ്റുള്ള പല സാധനം കൊണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കാറുണ്ട്. പക്ഷേ കോൺ പൗഡർ കൊണ്ട് ഞാൻ അധികം അങ്ങനെ കണ്ടിട്ടില്ല. എന്തായാലും നമുക്ക് ഞാൻ ഇത് അതുകൊണ്ട് തന്നെയാണ് ഞാനിത് ഉണ്ടാക്കി നോക്കിയത്. കാരണം സൂപ്പർ ടേസ്റ്റാണ്, വളരെയേറെ ഹെൽത്തിയുമാണ്. നമുക്ക് എങ്ങനെയാണ് ഈസി ആയിട്ട് ഈ ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന് നമുക്കൊന്ന് നോക്കാം. ഈ ചോളം ഉപ്പുമാവ് ഉണ്ടാക്കാനായിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നമുക്കൊന്ന് നോക്കാം. 1 കപ്പ് കോൺ പൗഡർ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് സവാള. സവാള എന്ന് വെച്ചാൽ ഒരു മീഡിയം സൈസ് മതി. വളരെ ചെറിയ സവാള മതി. കുറച്ച് മാത്രമേ ഇതിന് ഉപയോഗിക്കുന്നുള്ളൂ. കാരണം ഇതിൻ്റെ മറ്റുള്ള ഇൻഗ്രീഡിയൻസ് കൂടുതൽ ഉപയോഗിച്ചാൽ ഈ ഒരു കോൺ പൗഡറിൻ്റെ ടേസ്റ്റ് നമുക്ക് കിട്ടില്ല. മസാലയുടെ ടേസ്റ്റ് ആയിരിക്കും കൂടുതൽ വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് കുറച്ച് ഒരു 2 ടേബിൾ സ്പൂൺ ഓണിയൻ, പീനട്ട് 1 ടേബിൾ സ്പൂൺ, ജിഞ്ചർ 1 ടീസ്പൂൺ, അതുപോലെ കറിവേപ്പില, ഉറിഡ് ഉഴുന്ന്, പിന്നെ പച്ചമുളക്, ചില്ലി, ആവശ്യത്തിന് സാൾട്ട്. പിന്നെ വേണ്ടത് ഓയിൽ നമുക്ക് സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കാം, നെയ്യ് വേണമെങ്കിൽ നെയ്യ് ഉപയോഗിക്കാം. നെയ്യിലും ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. നമുക്ക് തൽക്കാലം നമുക്ക് ഓയിലിൽ ഇത് ഉണ്ടാക്കാം. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നമുക്കൊന്ന് നോക്കാം. 1 കപ്പ് കോൺ പൗഡർ ഞാൻ ഒരു ബൗളിലേക്ക് എടുത്തിട്ടുണ്ട്. ഇതിലിനി നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഒരു ആവശ്യത്തിന് ഉപ്പ്, ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട്. പിന്നെ വേണ്ടത് നമ്മളിത് വെള്ളം ഒഴിച്ച് നമ്മൾ പുട്ടിന് മാവ് കുഴയ്ക്കും പോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് നനച്ചെടുക്കുക. ഇതാണ് ഇത് ചെയ്യേണ്ടത്. ചെറുതായിട്ടൊന്ന് ഈ കോൺ പൗഡർ നമ്മൾ പുട്ടിന് മാവ് നനയ്ക്കുന്നത് പോലെ കുറച്ച് വെള്ളവും ഉപ്പും ഇട്ട് ഒന്ന് നനച്ചെടുക്കുക. അത് കഴിഞ്ഞ് സ്റ്റീമറിലോ ഇഡ്ഡലി പാത്രത്തിലോ വെച്ച് ഒരു 10 മിനിറ്റ് സ്റ്റീം ചെയ്തെടുക്കുക. പത്ത് മിനിറ്റ് നമ്മൾ ഉപ്പും വെള്ളവും തളിച്ച് ആവിയിൽ വേവിച്ചെടുത്തിട്ടുണ്ട് കോൺ പൗഡർ. ഇനി നമുക്കിതിനെ ഒരു ഫ്രൈ പാനിൽ ഉപ്പുമാവാക്കി എടുക്കാം. ഓക്കെ, ഒരു ഫ്രൈ പാൻ വച്ചിട്ട് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക. എണ്ണയോ നെയ്യോ ഒഴിക്കാം, നമുക്ക് എന്താണ് ഇഷ്ടമെന്ന് വെച്ചാൽ അതുപോലെ. അത് കഴിഞ്ഞ് ഓയിൽ ചൂടായതിനു ശേഷം ഒരു 1/4 ടീസ്പൂൺ കടുക് ഇടുക. കടുകൊന്ന് ചൂടായി വരട്ടെ. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് ചുവന്ന മുളകാണ്. ഇതിലേക്ക് കുറച്ച് ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുക്കാം. ഇതിൽ ഒന്ന് വരട്ടിയതിന് ശേഷം ഇതിലോട്ട് നമുക്ക് കുറച്ച് പീനട്ട് ഇടാം. പീനട്ട് ആഡ് ചെയ്തു. പീനട്ടും ഉഴുന്ന് പരിപ്പും ചെറുതായിട്ടൊന്നൊരു ലൈറ്റ് ബ്രൗൺ കളർ ആവണത്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് ഇഞ്ചിയും പീനട്ടും ഉഴുന്നും ഒന്ന് നല്ല രീതിയിലൊന്ന് ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സവാള അരിഞ്ഞത്, എന്നാൽ ഒരു ചെറിയ സവാള അരിഞ്ഞത് ഇട്ടാൽ മതി. ഇനി വേണ്ടത് പച്ചമുളകാണ്. 1 ടേബിൾ സ്പൂൺ പച്ചമുളകും കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് എത്രയാണോ സ്പൈസി, ഒരു മീഡിയം സ്പൈസി മതി. ഇപ്പോൾ ഒരു 2 പച്ചമുളക് മതിയാവും 1 കപ്പ് ഇതിന് കോൺ പൗഡറിന്. ഇതൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്കൊരു 1/2 ടേബിൾ സ്പൂൺ ഉപ്പ് നമ്മൾ കോൺ പൗഡറിൽ ഉപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കണക്കാക്കി നോക്കിയിട്ട് മാത്രം ഉപ്പിട്ടാൽ മതി. അതെ, ഒന്നും എല്ലാം മിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ളവർക്ക് ഇതിൽ വേണമെങ്കിൽ വെജിറ്റബിളും ആഡ് ചെയ്യാം.
ക്യാരറ്റോ ബീൻസോ അത് വേണമെങ്കിലും ആഡ് ചെയ്യാം. ഇനി നമുക്കിതിൽ ആവിയിൽ വേവിച്ച് വെച്ചിരിക്കുന്ന ഉപ്പുമാവ് മിക്സ്, അതായത് കോൺ പൗഡർ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ ഉപ്പുമാവായി. സൂപ്പർ ഉപ്പുമാവ് റെഡിയായി കഴിഞ്ഞു. നമ്മളെ കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ നമ്മളെ ഉപ്പുമാവ്. അടിപൊളി ടേസ്റ്റാണ് ഈ സാധനം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് ഓഫ് ചെയ്ത് പ്ലേറ്റിലോട്ട് മാറ്റാം. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇതൊന്ന് ട്രൈ ചെയ്യാം. കോക്കനട്ട് ചട്നിയുടെ കൂടെ നല്ല ടേസ്റ്റാണ്. ഞാനിത് കഴിച്ച് നോക്കിയിട്ടുണ്ട്. അല്ലെങ്കിൽ പഴമായാലും ഇതിൻ്റെ കൂടെ കഴിക്കാവുന്നതേ ഉള്ളൂ. പഴത്തിൻ്റെ കൂടെയോ കോക്കനട്ട് ചട്നിയുടെ കൂടെയോ നല്ല ടേസ്റ്റായിട്ട് കഴിക്കാം. നല്ല വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഉപ്പുമാവാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ഈ സ്പെഷ്യൽ കോൺ ഉപ്പുമാവ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു വെരി മച്ച്.